PSC Teaching Journal. Learn daily, win surely. ഹലോ എവരി വൺ, അസ്സലാമലൈക്കും. നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. ലോക ചരിത്രത്തിലെ നദീതട സംസ്കാരങ്ങൾ എന്ന ഭാഗം എല്ലാ PSC പരീക്ഷകൾക്കും ഉറപ്പായി പഠിച്ചിരിക്കേണ്ട ടോപ്പിക്കാണ്. ഇന്ന് നാം പഠിക്കുന്നു നദീതട സംസ്കാരങ്ങൾ. ഹരപ്പൻ, ഈജിപ്ഷ്യൻ, മെസ്സപ്പൊട്ടാമിയൻ, ചൈനീസ് എന്നീ സംസ്കാരങ്ങൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഈ ടോപ്പിക്കായി റിലേറ്റഡായി വരുന്ന കറണ്ട് അഫയേഴ്സ് കൂടി നോക്കുന്നുണ്ട്. എക്സാമ്പിളായിട്ട് ഹാരപ്പൻ സംസ്കാരമാണ് നാം ആദ്യമായി പഠിക്കുന്നത്. ഇതുമായി പഠിച്ചിരിക്കേണ്ട മുഴുവൻ കാര്യങ്ങളും ആദ്യം പഠിക്കുന്നു, ശേഷം കറണ്ട് അഫയേഴ്സ്. അതെങ്ങനെയാണെന്നല്ലേ? ആദ്യം ഹാരപ്പൻ സംസ്കാരം മുഴുവനായി പഠിച്ചെടുക്കുന്നു, ശേഷം കറണ്ട് അഫയേഴ്സ്, അതുമായി റിലേറ്റ് ചെയ്ത് വരുന്ന കറണ്ട് അഫയേഴ്സ്. ഇപ്പോൾ തന്നെ റീസെൻ്റ്ലി 2025 സെപ്റ്റംബർ മാസത്തിൽ കേരള സർവകലാശാലയിലെ ഗവേഷകർ ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ ശേഷിപ്പുകൾ കണ്ടെത്തിയ സംസ്ഥാനം ഏതാണ്? ഗുജറാത്താണ്. ഇതുപോലെ നാം ഓരോ ടോപ്പിക്കിലും വരുന്ന കാര്യങ്ങൾ പെറുക്കി പെറുക്കി പഠിക്കുന്നു, ശേഷം അതുമായി റിലേറ്റ് ചെയ്ത് വരുന്ന കറണ്ട് അഫയേഴ്സുകളും നോക്കുന്നുണ്ട്. അപ്പോൾ ക്ലാസ് മുഴുവനായും കാണുക, ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ ക്ലാസ്സിലേക്ക് പോവാം. സിന്ധു നദീതട സംസ്കാരം അഥവാ ഹാരപ്പൻ സംസ്കാരം. സിന്ധു നദീതട സംസ്കാരം അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേരാണ് ഹാരപ്പൻ സംസ്കാരം. ഇന്ത്യയിലെ ഏറ്റവും പ്രാചീന സംസ്കാരമാണ് സിന്ധു നദീതട സംസ്കാരം. സിന്ധു നദീതട സംസ്കാരത്തിന്റെ പ്രധാന ഉപജ്ഞാതാക്കൾ ദ്രാവിഡറാണ്. സിന്ധു നദീതട സംസ്കാരം രൂപപ്പെട്ടത് സിന്ധു നദിയുടെയും പോഷക നദികളുടെയും തീരത്താണ്. സിന്ധു നദീതട സംസ്കാരത്തെക്കുറിച്ച് പരാമർശിച്ചത് ചാൾസ് മേഴ്സൺ. സിന്ധു നദീതട സംസ്കാരം കണ്ടെത്തിയ വ്യക്തിയാണ് സർ ജോൺ മാർഷൽ. 1920 സർ ജോൺ മാർഷൽ സിന്ധു നദീതട സംസ്കാരം കണ്ടെത്തിയത്. സിന്ധു നദീതട സംസ്കാരത്തിന് പേര് നൽകിയ വ്യക്തി കൂടിയാണ് സർ ജോൺ മാർഷൽ. സിന്ധു നദീതട സംസ്കാരം കണ്ടെത്തുകയും സിന്ധു നദീതട സംസ്കാരത്തിന് സിന്ധു നദീതട സംസ്കാരം അഥവാ ഹാരപ്പൻ സംസ്കാരം എന്ന പേര് നൽകിയത് സർ ജോൺ മാർഷലാണ്. സിന്ധു നദീതട ഉത്ഖനന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച വ്യക്തി കൂടിയാണ് സർ ജോൺ മാർഷൽ. സിന്ധു നദീതട സംസ്കാരം പഠിക്കുമ്പോൾ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട വ്യക്തിയാണ് സർ ജോൺ മാർഷൽ. 1920 സിന്ധു നദീതട സംസ്കാരം കണ്ടെത്തിയത് സർ ജോൺ മാർഷലാണ്. ഈ സംസ്കാരത്തിന് പേര് നൽകിയതും സർ ജോൺ മാർഷലാണ്. സിന്ധു നദീതട ഉത്ഖനന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചതും സർ ജോൺ മാർഷലാണ്. ഇനി സിന്ധു നദീതട സംസ്കാരങ്ങൾ വികാസം പ്രാപിച്ച കാലഘട്ടം വെങ്കല യുഗമാണ്. വെങ്കല യുഗത്തിലാണ് സിന്ധു നദീതട സംസ്കാരങ്ങൾ വികാസം പ്രാപിച്ചത്. കാർഷിക വിഭവ കൈമാറ്റത്തിന് പൊതുസ്ഥലങ്ങൾ രൂപപ്പെട്ട കാലം കൂടിയാണിത്. ഇഷ്ടിക നിർമ്മാണം, തുണിനെയ്ത്ത്, ഭക്ഷ്യവസ്തുക്കൾ സംഭരിക്കൽ, എഴുത്തുവിദ്യ എന്നിവ ആരംഭിച്ച കാലഘട്ടം വെങ്കല യുഗമാണ്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സിന്ധു നദീതടത്തിൽ പഠനം നടത്തിയ ഇന്ത്യയിലെ ഏക സ്ഥാപനമാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. സിന്ധു നദീതടത്തിൽ പഠനം നടത്തിയ ഇന്ത്യയിലെ സ്ഥാപനമാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. സ്ഥാപിതമായത് 1861 കൽക്കത്തയിൽ. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സ്ഥാപകൻ അലക്സാണ്ടർ കണ്ണിങ്ഹാം. ഇന്ത്യൻ പുരാവസ്തുശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അലക്സാണ്ടർ കണ്ണിങ്ഹാമിനെയാണ്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യകാല ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്ത. ആർക്കിയോളജിക്കൽ സർവേയുടെ നിലവിലെ ആസ്ഥാനം ന്യൂഡൽഹി. നോട്ട് ചെയ്യാം, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യകാല ആസ്ഥാനം കൊൽക്കത്തയും ആർക്കിയോളജിക്കൽ സർവേയുടെ നിലവിലെ ആസ്ഥാനം ചോദിച്ചാൽ ന്യൂഡൽഹിയുമാണ്. ഇന്ത്യയിൽ പുരാവസ്തു സംരക്ഷണ നിയമം നിലവിൽ വരുമ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി കഴ്സൺ പ്രഭുവാണ്. ഇന്ത്യയിൽ പുരാവസ്തു സംരക്ഷണ നിയമം നിലവിൽ വരുമ്പോൾ ഇന്ത്യയുടെ വൈസ്രോയിയാണ് കഴ്സൺ പ്രഭു. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറലായി സർ ജോൺ മാർഷലിനെ നിയമിച്ച വൈസ്രോയി ആരെന്ന് ചോദിച്ചാൽ അത് കഴ്സൺ പ്രഭുവാണ്. പ്രധാനപ്പെട്ട സിന്ധു നദീതട കേന്ദ്രങ്ങൾ നോക്കാം. ഹാരപ്പ, മോഹൻജദാരോ, ചാൻഹുദാരോ എന്നിവയാണ് പ്രധാനപ്പെട്ട സിന്ധു നദീതട കേന്ദ്രങ്ങൾ. ഹാരപ്പ സ്ഥിതി ചെയ്യുന്നത് പാകിസ്ഥാനിലാണ്. മോഹൻജദാരോ, ചാൻഹുദാരോ, ഹാരപ്പ എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നത് പാകിസ്ഥാനിലാണ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഹാരപ്പൻ കേന്ദ്രങ്ങൾ നോക്കാം. ലോത്തൽ, ധോളവീര, രംഗപൂർ, കാലിബംഗൻ, രൂപാർ, ആലംഗീർപൂർ, ബനാവലി എന്നിവയാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഹാരപ്പൻ കേന്ദ്രങ്ങൾ.
ഈ ഹാരപ്പൻ കേന്ദ്രങ്ങൾ നിലവിൽ എവിടെയാണെന്ന് നോക്കാം. ലോത്തൽ, ധോളവിര, രംഗ്പൂർ എന്നിവ ഗുജറാത്തിലാണ്. ലോത്തൽ, ധോളവിര, രംഗ്പൂർ എന്നിവ ഗുജറാത്തിലും കാലിബംഗൻ രാജസ്ഥാനിലും രൂപാർ പഞ്ചാബിലും ആലംഗീർപൂർ ഉത്തർപ്രദേശിലും ബനാവലി ഹരിയാനയിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. ലോത്തൽ, ധോളവിര, രംഗ്പൂർ എന്നിവ ഗുജറാത്തിലും കാലിബംഗൻ രാജസ്ഥാൻ, രൂപാർ പഞ്ചാബ്, ആലംഗീർപൂർ ഉത്തർപ്രദേശിലും ബനാവലി ഹരിയാനയിലുമാണ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഹാരപ്പൻ കേന്ദ്രങ്ങളാണ് ഇവ. സൂത് ഖാജൻദോർ എന്ന ഹാരപ്പൻ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന രാജ്യം പാകിസ്ഥാൻ. ഷോട്ട്ഗായ് എന്ന ഹാരപ്പൻ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് അഫ്ഗാനിസ്ഥാനിലുമാണ്. സൂത് ഖാജൻദോർ എന്ന ഹാരപ്പൻ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന രാജ്യം പാകിസ്ഥാൻ. ഷോട്ട്ഗായ് എന്ന ഹാരപ്പൻ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് അഫ്ഗാനിസ്ഥാനിലുമാണ്. സിന്ധു നദീതട സംസ്കാരത്തിന്റെ പ്രധാന സവിശേഷതയാണ് ആസൂത്രിത നഗരങ്ങൾ. സിന്ധു നദീതട സംസ്കാരം അഥവാ ഹാരപ്പൻ സംസ്കാരത്തിന്റെ പ്രധാനപ്പെട്ട സവിശേഷതയാണ് ആസൂത്രിത നഗരങ്ങൾ. മാത്രമല്ല, സിന്ധു നദീതട നിവാസികളുടെ പ്രധാന ജീവിത മാർഗം ഏതെന്ന് ചോദിച്ചാൽ കൃഷിയാണ്. കൃഷി കഴിഞ്ഞാൽ ഉണ്ടായിരുന്ന പ്രധാന തൊഴിൽ വ്യാപാരം. സിന്ധു നദീതട നിവാസികൾ അളവ് തൂക്ക ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന അടിസ്ഥാന സംഖ്യ 16 ആണ്. സിന്ധു നദീതട നിവാസികൾ അളവ് തൂക്ക ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന അടിസ്ഥാന സംഖ്യയാണ് 16. സിന്ധു നദീതട നിവാസികൾ ആരാധിച്ചിരുന്ന ദേവത മാതൃദേവതയാണ്. ആരാധിച്ചിരുന്ന പ്രധാന ദേവൻ പശുപതി മഹാദേവൻ. സിന്ധു നദീതട നിവാസികൾ ആരാധിച്ചിരുന്ന മൃഗം കാളയാണ്. ഇവർക്ക് അജ്ഞാതമായിരുന്ന മൃഗം കുതിര. ഇതെല്ലാം PSCയുടെ PYQ ആണ്, നോട്ട് ചെയ്യാം. ഇവർ ആരാധിച്ചിരുന്ന ഒറ്റക്കൊമ്പുള്ള സാങ്കല്പിക മൃഗം യൂണിക്കോൺ. അപ്പോൾ സിന്ധു നദീതട നിവാസികൾ ആരാധിച്ചിരുന്ന ഒറ്റക്കൊമ്പുള്ള സാങ്കല്പിക മൃഗം യൂണിക്കോൺ ആണ്. സിന്ധു നദീതട ജനതയ്ക്ക് പരിചിതമായിരുന്ന ലോഹം ചെമ്പും അജ്ഞാതമായിരുന്ന ലോഹം ഇരുമ്പുമാണ്. സിന്ധു നദീതട ജനതയ്ക്ക് പരിചിതമായിരുന്ന ലോഹം ചെമ്പും അജ്ഞാതമായിരുന്ന ലോഹം ഇരുമ്പുമാണ്. സിന്ധു നദീതട സംസ്കാരത്തിന്റെ അതിർത്തികൾ നോക്കാം. വടക്ക് കാശ്മീരിലെ ഗുംലയും തെക്ക് മഹാരാഷ്ട്രയിലെ ദൈമാബാദ്, പടിഞ്ഞാറ് പാക് ബലൂചിസ്ഥാനിലെ സൂത് ഖാജൻദോറും കിഴക്ക് ഉത്തർപ്രദേശിലെ ആലംഗീർപൂറുമാണ്. സിന്ധു നദീതട സംസ്കാരത്തിന്റെ അതിർത്തികൾ വടക്ക് കാശ്മീരിലെ ഗുംല, തെക്ക് മഹാരാഷ്ട്രയിലെ ദൈമാബാദ്, പടിഞ്ഞാറ് പാക് ബലൂചിസ്ഥാനിലെ സൂത് ഖാജൻദോർ, കിഴക്ക് ഉത്തർപ്രദേശിലെ ആലംഗീർപൂർ. ഹാരപ്പൻ സംസ്കാരത്തെ ആര്യന്മാർ വിളിച്ചിരുന്ന പേര് ഹരിയുപ്പിയ എന്നാണ്. ഹാരപ്പൻ സംസ്കാരത്തെ ആര്യന്മാർ വിളിച്ചിരുന്നത് ഹരിയുപ്പിയ. ആദ്യമായി കണ്ടെത്തിയ സിന്ധു നദീതട കേന്ദ്രമാണ് ഹാരപ്പ. ഹാരപ്പ സ്ഥിതി ചെയ്യുന്നത് പാകിസ്ഥാനിലെ മൗണ്ട് ഗോമറി ജില്ലയിലാണ്. ഹാരപ്പ സ്ഥിതി ചെയ്യുന്നത് പാകിസ്ഥാനിലെ മൗണ്ട് ഗോമറി ജില്ലയിൽ. ഹാരപ്പ സ്ഥിതി ചെയ്യുന്ന നദീതീരം സിന്ധു നദിയുടെ പോഷക നദിയായ രവി നദിക്കരയിൽ. ഹാരപ്പയിൽ ആദ്യമായി ഖനനം നടത്തിയത് 1921 ദയാറാം സാഹ്നിയാണ്. ചെമ്പു നിർമ്മിതികൾ ഏറ്റവും കൂടുതൽ കണ്ടെത്തിയ സിന്ധു നദീതട പ്രദേശമാണ് ഹാരപ്പ. ശിവലിംഗാരാധനയെക്കുറിച്ചുള്ള തെളിവുകൾ ലഭിച്ചത് ഹാരപ്പയിൽ നിന്നുമാണ്. ഹാരപ്പയിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ള വസ്തുക്കൾ നോക്കാം. ഗ്രേറ്റ് ഗ്രാനറി അഥവാ മഹത്തായ ധാന്യപ്പുര, വലിയ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ, H ആകൃതിയിലുള്ള സെമിത്തേരികൾ, പട്ടി മാനിനെ വേട്ടയാടുന്ന രൂപം എന്നിവയെല്ലാം ഹാരപ്പയിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ളവയാണ്. താഴെ നൽകിയിട്ടുള്ളവയിൽ ഹാരപ്പയിൽ നിന്നും കണ്ടെത്തിയവ അല്ലെങ്കിൽ ഹാരപ്പയിൽ നിന്നും കണ്ടെത്താത്തവ എന്നൊക്കെ ചോദിച്ചിട്ട് വരും. അപ്പോൾ ഇതെല്ലാം പഠിക്കുക. ഗ്രേറ്റ് ഗ്രാനറി അഥവാ മഹത്തായ ധാന്യപ്പുര, വലിയ കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങൾ, H ആകൃതിയിലുള്ള സെമിത്തേരികൾ, പട്ടി മാനിനെ വേട്ടയാടുന്ന രൂപം എന്നിവയെല്ലാം ഹാരപ്പയിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ള വസ്തുക്കളാണ്. ഹാരപ്പൻ ജനത കൃഷി ചെയ്തിരുന്നത് ധാന്യങ്ങൾ, ഗോതമ്പ്, ബാർലി എന്നിവയാണ്. ഹാരപ്പൻ ജനത കൃഷി ചെയ്തിരുന്നവ ധാന്യങ്ങൾ, ഗോതമ്പ്, ബാർലി എന്നിവയാണ്. സിന്ധു നദീതട സംസ്കാരങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ് ഹാരപ്പ, മോഹൻജദാരോ എന്നിവയല്ല, അല്ലേ? അപ്പോൾ ഏറ്റവും വലിയ സിന്ധു നദീതട കേന്ദ്രം മോഹൻജദാരോയാണ്. പഴയത് ഹാരപ്പയാണെങ്കിൽ ഏറ്റവും വലിയ സിന്ധു നദീതട കേന്ദ്രം ഏതെന്ന് ചോദിച്ചാൽ മോഹൻജദാരോയാണ്. മോഹൻജദാരോ എന്ന വാക്കിനർത്ഥം മരിച്ചവരുടെ കുന്ന്. മോഹൻജദാരോ സ്ഥിതി ചെയ്യുന്നത് പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയിൽ ലാർക്കാന ജില്ലയിലാണ്. മോഹൻജദാരോ സ്ഥിതി ചെയ്യുന്നത് പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയിൽ ലാർക്കാന ജില്ലയിൽ. മോഹൻജദാരോ കണ്ടെത്തിയ വ്യക്തി R.D. ബാനർജി. മോഹൻജദാരോ കണ്ടെത്തിയത് R.D. ബാനർജി.
മോഹൻജദാരോ R.D. ബാനർജി കണ്ടെത്തിയത് 1922 മഹാസ്നാനഘട്ടം കണ്ടെത്തിയ സിന്ധു നദീതട കേന്ദ്രമാണ് മോഹൻജദാരോ. സിന്ധു നദിയിലെ വെള്ളപ്പൊക്കത്തിൽ നശിച്ചുപോയ സിന്ധു നദീതട കേന്ദ്രമാണ് മോഹൻജദാരോ. മോഹൻജദാരോയിൽ നിന്നും കണ്ടെടുത്തിട്ടുള്ള പ്രധാന പുരാവസ്തുക്കൾ ക്ഷേത്ര മാതൃകകൾ, ധാന്യപ്പുരകൾ, അസംബ്ലി ഹാൾ, മാലിന്യ സംസ്കരണ കേന്ദ്രം, പുരോഹിതന്റെ പ്രതിമ, നൃത്തം ചെയ്യുന്ന പെൺകുട്ടിയുടെ വെങ്കല പ്രതിമ, ആടിന്റെ പ്രതിമ, എരുമയുടെ പ്രതിമ, ചുട്ട ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച വലിയ കുളം എന്നിവയെല്ലാം മോഹൻജദാരോയിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള പ്രധാന പുരാവസ്തുക്കളാണ്. ക്ഷേത്ര മാതൃകകൾ, ധാന്യപ്പുരകൾ, അസംബ്ലി ഹാൾ, മാലിന്യ സംസ്കരണ കേന്ദ്രം, പുരോഹിതന്റെ പ്രതിമ, നൃത്തം ചെയ്യുന്ന പെൺകുട്ടിയുടെ വെങ്കല പ്രതിമ, ആടിന്റെ പ്രതിമ, എരുമയുടെ പ്രതിമ, ചുട്ട ഇഷ്ടികകൾ കൊണ്ട് നിർമ്മിച്ച വലിയ കുളം എന്നിവയെല്ലാം മോഹൻജദാരോയിൽ നിന്നും കണ്ടെടുത്ത പ്രധാന പുരാവസ്തുക്കളാണ്. കാലിബംഗൻ രാജസ്ഥാനിലെ ഹനുമാൻഗഡ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന സിന്ധു നദീതട പ്രദേശമാണ് കാലിബംഗൻ. കാലിബംഗൻ എന്ന വാക്കിനർത്ഥം കറുത്ത വളകൾ. മരിച്ചവരുടെ കുന്ന് മോഹൻജദാരോ ആണെങ്കിൽ കാലിബംഗൻ എന്ന വാക്കിനർത്ഥം കറുത്ത വളകൾ എന്നാണ്. കാലിബംഗനിൽ ഉത്ഖനനത്തിന് നേതൃത്വം നൽകിയ വ്യക്തി അമലാനന്ദ ഘോഷ്. കാലിബംഗൻ സ്ഥിതി ചെയ്യുന്ന നദീതീരം ഗംഗാർ നദിയാണ്. കാലിബംഗനിൽ നിന്നും കണ്ടെടുത്ത പ്രധാന പുരാവസ്തുക്കൾ ഉഴവുചാൽ, ആഭരണങ്ങൾ, കുപ്പിവളകൾ, കരിവളകൾ, ഒട്ടകത്തിന്റെ ഫോസിൽ, കളിമണ്ണിൽ തീർത്ത പ്രതിമ, ഹോമകുണ്ഡത്തിന്റെ അവശിഷ്ടങ്ങൾ എന്നിവയെല്ലാം കാലിബംഗനിൽ നിന്നും കണ്ടെടുത്തിട്ടുള്ള പ്രധാന പുരാവസ്തുക്കളാണ്. എല്ലാ വീടുകൾക്കും ഒരു കിണർ വീതം എന്ന രീതിയിൽ കണ്ടെടുക്കപ്പെട്ട സിന്ധു നദീതട പ്രദേശമാണ് കാലിബംഗൻ. ഒട്ടകത്തിന്റെ ഫോസിൽ കണ്ടെടുത്ത സിന്ധു നദീതട പ്രദേശം ഏതെന്ന് ചോദിച്ചാൽ കാലിബംഗനാണ്. മനുഷ്യൻ, നായ എന്നിവയുടെ മൃതദേഹം കൂട്ടമായി അടക്കം ചെയ്ത നിലയിൽ അവശിഷ്ടങ്ങൾ ലഭിച്ച സിന്ധു നദീതട സംസ്കാര കേന്ദ്രമാണ് കാലിബംഗൻ. അടുത്ത സിന്ധു നദീതട കേന്ദ്രമാണ് ലോത്തൽ. ഗുജറാത്തിലെ കാംബെ ഉൾക്കടൽ തീരത്ത് സ്ഥിതി ചെയ്യുന്ന സിന്ധു നദീതട പ്രദേശമാണ് ലോത്തൽ. സിന്ധു നദീതട സംസ്കാരകാലത്തെ പ്രധാന തുറമുഖ നഗരമാണ് ലോത്തൽ. ലോത്തൽ എന്ന വാക്കിനർത്ഥം മരിച്ചവരുടെ സ്ഥലം എന്നാണ്. ലോത്തൽ കണ്ടെത്തിയത് S.R. റാവു ആണ്. ലോത്തൽ എന്ന വാക്കിനർത്ഥം മരിച്ചവരുടെ സ്ഥലം എന്നാണ് നോട്ട് ചെയ്യുക. ലോത്തൽ കണ്ടെത്തിയത് S.R. റാവു. കപ്പലുകളുടെയും ബോട്ടുകളുടെയും അവശിഷ്ടങ്ങൾ കണ്ടെടുത്ത സിന്ധു നദീതട പ്രദേശമാണ് ലോത്തൽ. മുത്ത് നിർമ്മാണ കേന്ദ്രത്തിന്റെ തെളിവുകൾ ലഭിച്ച സിന്ധു നദീതട പ്രദേശം ലോത്തലാണ്. ലോത്തൽ സ്ഥിതി ചെയ്യുന്ന നദീതീരം സബർമതിയുടെ പോഷക നദിയായ ബെഗുവ നദീതീരത്ത്. ലോത്തൽ സ്ഥിതി ചെയ്യുന്ന നദീതീരം സബർമതിയുടെ പോഷക നദിയായ ബെഗുവ നദീതീരത്താണ് ലോത്തൽ സ്ഥിതി ചെയ്യുന്നത്. ലോത്തലിൽ നിന്നും കണ്ടെടുക്കപ്പെട്ട പ്രധാന പുരാവസ്തുക്കൾ ചെസ് ബോർഡ്, കച്ചവട കേന്ദ്രങ്ങൾ, മാലിന്യ സംസ്കരണ കേന്ദ്രം, സീൽ, ചെമ്പിൽ തീർത്ത നായ എന്നിവയാണ്. അടുത്ത ഒരു സിന്ധു നദീതട കേന്ദ്രമാണ് ബൻവാലി. ഹരിയാനയിലെ ഹിസാർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന സിന്ധു നദീതട കേന്ദ്രം ബൻവാലി. ബൻവാലി കണ്ടെത്തിയത് R.S. ബിഷ്ട്. ധാന്യകൃഷിയെക്കുറിച്ചുള്ള പ്രധാന തെളിവുകൾ ലഭിച്ച പ്രദേശമാണ് ബൻവാലി. ബൻവാലിയിൽ നിന്നും കണ്ടെത്തിയ പ്രധാന പുരാവസ്തുക്കളാണ് ഉഴവുചാലുകൾ, മരപ്പലകകൾ, ജലസേചന തടാകങ്ങൾ എന്നിവ. ധോളവീര ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിൽ ഖദർബൈത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് ധോളവീര. ധോളവീര കണ്ടെത്തിയത് J.P. ഘോഷ് ആണ്. ധോളവീരയിലെ ഉദ്ഖനന പ്രവർത്തനങ്ങൾക്ക് തുടക്കം ഇട്ടത് R.S. ബിഷ്ട്. ധോളവീര സ്ഥിതി ചെയ്തിരുന്ന നദീതീരം മൻസാർ നദീതീരമാണ്. മൻസാർ നദീതീരം. ധോളവീരയിൽ ഉദ്ഖനന പ്രവർത്തനങ്ങൾ നടന്ന കാലഘട്ടം 1990-91 കാലഘട്ടത്തിലാണ് ധോളവീരയിൽ ഉദ്ഖനന പ്രവർത്തനങ്ങൾ നടന്നത്. ഏറ്റവും ഒടുവിലായി കണ്ടെത്തിയ ഏറ്റവും വലിയ ഹാരപ്പൻ നഗരം ഏതെന്ന് ചോദിച്ചാൽ ധോളവീര. ഏകീകൃത ജലസേചനത്തിന്റെ തെളിവുകൾ ലഭിച്ച സംസ്കാര കേന്ദ്രമാണ് ധോളവീര. പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയിൽ സ്ഥിതി ചെയ്യുന്ന സിന്ധു നദീതട പ്രദേശമാണ് ചാൻഹുദാരോ. ചാൻഹുദാരോ കണ്ടെത്തിയത് H.G. മജുംദാർ. H.G. മജുംദാർ ആണ് ചാൻഹുദാരോ കണ്ടെത്തിയത്. സിറ്റാഡൽ അഥവാ മേൽപ്പട്ടണം ഇല്ലാത്ത ഏക ഹാരപ്പൻ നഗരമാണ് ചാൻഹുദാരോ. ഏറ്റവും ചെറിയ ഹാരപ്പൻ സംസ്കാര കേന്ദ്രമാണ് ചാൻഹുദാരോ. തലസ്ഥാനം ഇല്ലാത്ത സിന്ധു നദീതട സംസ്കാര കേന്ദ്രം ചാൻഹുദാരോ. ചാൻഹുദാരോയിൽ നിന്നും കണ്ടെത്തിയ പ്രധാന പുരാവസ്തുക്കൾ ലോഹ ഫാക്ടറികൾ, ആയുധങ്ങൾ, പ്രാചീന ഉപകരണങ്ങൾ, കൂട്ടമായി ശവമടക്കിയതിന്റെ തെളിവുകൾ എന്നിവയെല്ലാം ചാൻഹുദാരയിൽ നിന്നും കണ്ടെത്തിയ പ്രധാന പുരാവസ്തുക്കളാണ്. രൂപാർ പഞ്ചാബിലെ രൂപാറങ്കൽ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന സിന്ധു നദീതട പ്രദേശമാണ് രൂപാർ. രൂപാർ സ്ഥിതി
ചെയ്യുന്ന നദീതീരം സത്ലജ് നദിയുടെ തീരത്താണ് രൂപാർ സ്ഥിതി ചെയ്യുന്നത്. രൂപാർ കണ്ടെത്തിയത് വൈ ഡി ശർമ്മയാണ് രൂപാർ കണ്ടെത്തിയത്. ഇന്ത്യ സ്വാതന്ത്ര്യം ആയതിനു ശേഷം കണ്ടെത്തിയ ആദ്യ ഹാരപ്പൻ നഗരമാണ് രൂപാർ. ചെമ്പിൽ തീർത്ത മഴ ലഭിച്ച സിന്ധു നദീതട പ്രദേശമാണ് രൂപാർ. ഹാരപ്പൻ സംസ്കാരത്തിന്റെ തകർച്ച ഏകദേശം 1700 BC-യോടെ ക്ഷയിച്ചു തുടങ്ങി. ഇതിന്റെ തകർച്ചയ്ക്കുള്ള കാരണങ്ങളെ സംബന്ധിച്ച് നിരവധി അഭിപ്രായങ്ങൾ ഓരോ ഗവേഷകർ പറഞ്ഞിട്ടുണ്ട്. അവയിൽ ചിലത് നമുക്ക് നോക്കാം. വെള്ളപ്പൊക്കം, പുറമേ നിന്നുള്ള ആക്രമണങ്ങൾ, വനനശീകരണം, കാർഷിക മേഖലയിലുണ്ടായ തകർച്ച, പകർച്ചവ്യാധികൾ എന്നിവയാണ്. ഹാരപ്പൻ സംസ്കാരത്തിന്റെ തകർച്ച ഏകദേശം 1700 BC-യോടെ ഹാരപ്പൻ സംസ്കാരം ഏകദേശം ക്ഷയിച്ചു തുടങ്ങിയെന്നാണ് പറയുന്നത്. ഇതിന്റെ തകർച്ചയ്ക്കുള്ള കാരണങ്ങളെ സംബന്ധിച്ച് നിരവധി അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അവയിൽ ചിലതാണ് വെള്ളപ്പൊക്കം, പുറമേ നിന്നുള്ള ആക്രമണങ്ങൾ, വനനശീകരണം, കാർഷിക മേഖലയിലുണ്ടായ തകർച്ച, പകർച്ചവ്യാധികൾ എന്നിവ. സിന്ധു നദീതട സംസ്കാരം പ്രധാനമായും തകർന്നത് ആര്യന്മാരുടെ ആക്രമണത്തോടു കൂടിയാണ് എന്നും പറയപ്പെടുന്നുണ്ട്. ഇനി സിന്ധു നദീതട പ്രദേശം അല്ലെങ്കിൽ ഹാരപ്പൻ സംസ്കാരം സിന്ധു നദീതട സംസ്കാരവുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ഫാക്റ്റാണ് നോക്കുന്നത്. ധോളവീര ഗുജറാത്തിലാണെന്ന് പഠിച്ചു. ഹാരപ്പൻ സംസ്കാരത്തിലെ അതിപുരാതന പട്ടണമാണ് ധോളവീര. 2021 ജൂലൈയിൽ ചൈനയിലെ ഫുസോഹോവിൽ ചേർന്ന 44ാമത് യുനെസ്കോ ലോക പൈതൃക സമിതിയുടെ യോഗത്തിൽ യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യയിലെ 40ാമത്തെ കേന്ദ്രമാണ് ധോളവീര. 5000 വർഷം പഴക്കമുള്ള ആഭരണ നിർമ്മാണ ഫാക്ടറി കണ്ടെത്തിയ സിന്ധു നദീതട സംസ്കാരത്തിന്റെ ഭാഗമായ രാഗി ഗർഹി സ്ഥിതി ചെയ്യുന്നത് ഹരിയാനയിലാണ്. 2025 സെപ്റ്റംബർ മാസത്തിൽ കേരള സർവകലാശാലയിലെ ഗവേഷകർ ഹാരപ്പൻ സംസ്കാരത്തിന്റെ ശേഷിപ്പുകൾ കണ്ടെത്തിയ സംസ്ഥാനം ഗുജറാത്താണ്. ഹാരപ്പൻ സംസ്കാരത്തിന്റെ BC 3200 കാലഘട്ടത്തിലെ തെളിവുകൾ കണ്ടെത്തി കേരള സർവകലാശാലയിലെ ഗവേഷകർ ഗുജറാത്തിലെ പടാബേട്ടിലെ കുന്നിൻ ചെരുവിലാണ് ഉത്ഖനനം നടത്തിയത്. ഹാരപ്പൻ സംസ്കാരത്തിന്റെ ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയം നിലവിൽ വന്ന സംസ്ഥാനം ഹരിയാനയിലെ രാഖി ഗർഹിയിലാണ് ഹാരപ്പൻ സംസ്കാരത്തിന്റെ ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയം നിലവിൽ വന്നിട്ടുള്ളത്. അടുത്തത് ഈജിപ്ഷ്യൻ സംസ്കാരത്തെക്കുറിച്ച് നോക്കാം. നദീതട സംസ്കാരങ്ങളിൽ വെച്ച് ഏറ്റവും പുരാതനമായ സംസ്കാരമാണ് ഈജിപ്ഷ്യൻ സംസ്കാരം. ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ കാലഘട്ടം BC 3000-നും BC 6000-നും ഇടയിലാണ്. ഈജിപ്ഷ്യൻ സംസ്കാരം ഒരു വെങ്കല യുഗ സംസ്കാരമാണ്. ഏഷ്യൻ വൻകരയ്ക്ക് പുറത്തുള്ള ഏക വെങ്കല യുഗ സംസ്കാരമാണ് ഈജിപ്ഷ്യൻ സംസ്കാരം. ഏഷ്യ വൻകരയ്ക്ക് പുറത്തുള്ള ഏക വെങ്കല യുഗ സംസ്കാരം ഏതെന്ന് ചോദിച്ചാൽ ഈജിപ്ഷ്യൻ സംസ്കാരമാണ്. ആഫ്രിക്കയിലെ ഏക വെങ്കലയുഗ സംസ്കാരവും ഈജിപ്ഷ്യൻ സംസ്കാരമാണ്. ഈജിപ്തിന്റെ പഴയ പേര് കോമറ്റ് അഥവാ കറുത്ത ഭൂമി എന്നാണ്. ഈജിപ്തിന്റെ തലസ്ഥാനം തെബ്സ്. ഈജിപ്ഷ്യൻ കലണ്ടറിലെ മാസങ്ങളുടെ എണ്ണം 12. പുരാതന ഈജിപ്ഷ്യൻ സാമ്രാജ്യ സ്ഥാപകൻ മെനസ്. നൈൽ നദീ തീരത്തുള്ള മെംഫിസ് തലസ്ഥാനമാക്കിയാണ് പ്രാചീന രാഷ്ട്രം അഥവാ പിരമിഡ് യുഗം സ്ഥാപിച്ചത്. നൈൽ നദീതീരത്തുള്ള മെംഫിസ് തലസ്ഥാനമാക്കിയാണ് പ്രാചീന രാഷ്ട്രം അഥവാ പിരമിഡ് യുഗം സ്ഥാപിച്ചത്. നൈലിന്റെ ദാനം എന്നറിയപ്പെട്ടിരുന്നത് ഈജിപ്തിനെയാണ്. ഈജിപ്തിനെ നൈലിന്റെ ദാനം എന്ന് വിശേഷിപ്പിച്ചത് ഹെറോഡോട്ടസ്. ചരിത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഹെറോഡോട്ടസ്. ചരിത്രത്തിന്റെ പിതാവ് എന്ന് ഹെറോഡോട്ടസിനെ വിശേഷിപ്പിച്ചത് സിസറോ. ഈജിപ്ഷ്യൻ ചരിത്രത്തിലെ സാമ്രാജ്യ യുഗം ആരംഭിച്ചത് ആമോസ് ഒന്നാമന്റെ കാലഘട്ടത്തിലാണ്. ലോകത്തിലെ ആദ്യ വനിതാ ഭരണാധികാരി ഈജിപ്തിലെ വനിതാ ഭരണാധികാരിയായിരുന്ന ഹാത്ഷേപ്സൂത്ത് ആണ്. ലോകത്തിലെ ആദ്യ വനിതാ ഭരണാധികാരി ഈജിപ്തിലെ വനിതാ ഭരണാധികാരിയായിരുന്ന ഹാത്ഷേപ്സൂത്ത്. തൂത്മോസ് ഒന്നാമൻ വലിയ നേതാവ് അഥവാ ഗ്രേറ്റ് വാരിയർ എന്നറിയപ്പെട്ട ഈജിപ്ഷ്യൻ രാജാവാണ് തൂത്മോസ് ഒന്നാമൻ. തൂത്മോസ് ഒന്നാമനെയാണ് വലിയ നേതാവ് അഥവാ ഗ്രേറ്റ് വാരിയർ എന്നറിയപ്പെട്ട ഈജിപ്ഷ്യൻ രാജാവ്. യോദ്ധാക്കൾ അടങ്ങുന്ന സ്ഥിരമായ ഒരു സൈന്യത്തെ സംഘടിപ്പിച്ച ആദ്യത്തെ ഈജിപ്ഷ്യൻ ഭരണാധികാരിയായിരുന്നു തൂത്മോസ് ഒന്നാമൻ. ഈജിപ്തിലെ നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് തൂത്മോസ് ഒന്നാമനെയാണ്. അഖിനാട്ടൻ എന്നറിയപ്പെടുന്ന
എന്നറിയപ്പെട്ടിരുന്ന ഈജിപ്തിലെ ഭരണാധികാരിയാണ് അയൺ ഹോട്ടപ്പ് നാലാമൻ. അഖിനാട്ടൻ എന്നറിയപ്പെട്ടിരുന്ന ഈജിപ്തിലെ ഭരണാധികാരിയാണ് അയൺ ഹോട്ടപ്പ് നാലാമൻ. ആറ്റൻ എന്ന ഏകദൈവത്തിൽ വിശ്വസിച്ചിരുന്നതിനാലാണ് അയൺ ഹോട്ടപ്പ് നാലാമനെ അഖിനാട്ടൻ എന്നറിയപ്പെട്ടിരുന്നത്. ലോകത്തിലെ ആദ്യത്തെ ആദർശവാദി എന്നറിയപ്പെട്ടിരുന്നത് അഖിനാട്ടനെയാണ്. അഖിനാട്ടൻ്റെ രാജകീയ സങ്കീർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രശസ്ത കൃതിയാണ്. പ്രാചീന ഈജിപ്തിനെ കുറിച്ച് നോക്കാം. പുനർജന്മത്തിൽ അന്ധമായി വിശ്വസിച്ചിരുന്ന സംസ്കാരമാണ് പ്രാചീന ഈജിപ്ഷ്യൻ സംസ്കാരം. പൂച്ചയെ ആരാധിച്ചിരുന്ന സംസ്കാരം. പ്രാചീന ഈജിപ്തിലെ രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്നത് ഫറവോ എന്ന പേരിലാണ്. ഫറവോ എന്ന വാക്കിനർത്ഥം മണിമന്ദിരത്തിൽ വസിക്കുന്ന ആൾ. ഫറവോമാരുടെ ശവകുടീരം അറിയപ്പെട്ടിരുന്നത് പിരമിഡുകൾ എന്നാണ്. ഈജിപ്ഷ്യൻ സംസ്കാരം എന്ന് പഠിക്കുമ്പോൾ തന്നെ അതിൽ ഹൈലൈറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ PSCയുടെ എക്സാമുകളിൽ PYQs ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ് പിരമിഡ്. ഫറവോമാരുടെ ശവകുടീരം അറിയപ്പെട്ടിരുന്നത് പിരമിഡുകൾ എന്നാണ്. സുഗന്ധദ്രവ്യങ്ങൾ പൂശി പൊതിഞ്ഞു സൂക്ഷിച്ചിരുന്ന മൃതശരീരങ്ങളാണ് മമ്മികൾ. മമ്മികൾ അടക്കം ചെയ്ത വിശാലമായ ശവകുടീരങ്ങളാണ് പിരമിഡുകൾ. ലോകത്തിലെ ഏറ്റവും വലിയ പിരമിഡ് ഗിസയിലെ പിരമിഡാണ്. ഗിസയിലെ പിരമിഡ് നിർമ്മിച്ച ഭരണാധികാരി ഫറവോ ഖുഫു ആണ്. ഗിസയിലെ പിരമിഡ് നിർമ്മിച്ച ഭരണാധികാരി ഖുഫു. ഏറ്റവും പഴക്കമേറിയ പിരമിഡ് മെംഫിസിലെ ചോസർ രാജാവിൻ്റെ പിരമിഡാണ്. പിരമിഡുകൾക്ക് മുന്നിൽ കാണപ്പെടുന്ന സിംഹത്തിൻ്റെ ഉടലും സ്ത്രീയുടെ മുഖവുമുള്ള ശില്പമാണ് സ്ഫിങ്സ്. ഗ്രേറ്റ് സ്ഫിങ്സ് കാണപ്പെടുന്നത് ഗാസയിൽ ഗാഫ്രി രാജാവിൻ്റെ പിരമിഡിന് മുന്നിലാണ്. പിരമിഡുകൾക്ക് മുന്നിൽ കാണപ്പെടുന്ന സിംഹത്തിൻ്റെ ഉടലും സ്ത്രീയുടെ മുഖവുമുള്ള ശില്പമാണ് സ്ഫിങ്സ്. ഗ്രേറ്റ് സ്ഫിങ്സ് കാണപ്പെടുന്നത് ഗാസയിൽ ഗാഫ്രി രാജാവിൻ്റെ പിരമിഡിന് മുന്നിലാണ്. സപ്താത്ഭുതങ്ങളിൽ ഒന്നായ ഖുഫു രാജാവിൻ്റെ പിരമിഡ് ഈജിപ്ഷ്യൻ സംസ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ടൈപ്പിങ്ങിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, അതൊന്ന് നോട്ട് ചെയ്യാം. ഈജിപ്ഷ്യൻ സംസ്കാരത്തിലെ പ്രധാന ദേവൻ റാ എന്നറിയപ്പെട്ടിരുന്ന സൂര്യദേവനാണ്. ഈജിപ്ഷ്യൻ സംസ്കാരത്തിലെ പ്രധാന ദേവൻ റാ എന്നറിയപ്പെട്ടിരുന്ന സൂര്യദേവൻ. റാ ദേവന്റെ പ്രശസ്തമായ ക്ഷേത്രം അബൂ സിബൽ ക്ഷേത്രമാണ്. അബൂ സിബൽ ക്ഷേത്രം. ഉദയസൂര്യന്റെ ക്ഷേത്രം എന്നറിയപ്പെടുന്നത് അബൂ സിബൽ ക്ഷേത്രത്തെയാണ്. അപ്പോൾ ഈജിപ്ഷ്യൻ സംസ്കാരത്തിലെ പ്രധാന ദേവനാണ് റാ എന്നറിയപ്പെട്ടിരുന്ന സൂര്യദേവൻ. റാ സൂര്യദേവന്റെ പ്രശസ്തമായ ക്ഷേത്രമാണ് അബൂ സിബൽ ക്ഷേത്രം. ഉദയസൂര്യന്റെ ക്ഷേത്രം എന്നറിയപ്പെടുന്നത് അബൂ സിബൽ ക്ഷേത്രത്തെയാണ്. ഈജിപ്ഷ്യൻ ജനത വികസിപ്പിച്ചെടുത്ത ലിപിയാണ് ഹൈറോഗ്ലിഫിക്സ് ലിപി. ഹൈറോഗ്ലിഫിക്സ് എന്ന വാക്കിനർത്ഥം വിശുദ്ധമായ എഴുത്ത് എന്നാണ്. ഹൈറോഗ്ലിഫിക്സ് ലിപി എഴുതുവാനായി ഈജിപ്ഷ്യൻ ജനത ഉപയോഗിച്ചിരുന്ന ചെടിയാണ് പാപ്പിറസ്. ഹൈറോഗ്ലിഫിക്സ് ലിപി ആദ്യമായി വായിച്ചത് ഫ്രഞ്ച് പണ്ഡിതനായ ഷംപോലിയോ ആണ്. ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ പ്രധാന സംഭാവനകൾ നോക്കാം. സൗരപഞ്ചാംഗം, ദശാംശ സമ്പ്രദായം, ജലഘടികാരം, തപാൽ സംവിധാനം, നിഴലിനെ അടിസ്ഥാനമാക്കി സമയം കണക്കാക്കുന്ന സൂര്യഘടികാരവും ജലപ്രവാഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ സമയം നിർണ്ണയിക്കുന്ന ജലഘടികാരവും ഉപയോഗിച്ചിരുന്ന സംസ്കാരമായിരുന്നു ഈജിപ്ഷ്യൻ സംസ്കാരം. ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണം BC 332 അലക്സാണ്ടറുടെ ആക്രമണമാണ്. ആധുനിക ഈജിപ്തിൻ്റെ തലസ്ഥാനം കൊയ്റോ. ഒരിക്കലും ഉറങ്ങാത്ത നഗരം എന്നറിയപ്പെടുന്നത് കൊയ്റോ ആണ്. ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ തകർച്ചയ്ക്ക് കാരണം BC 332 അലക്സാണ്ടറുടെ ആക്രമണമാണ്. ആധുനിക ഈജിപ്തിന്റെ തലസ്ഥാനം കൊയ്റോ, ഒരിക്കലും ഉറങ്ങാത്ത നഗരം എന്നറിയപ്പെടുന്നത് കൊയ്റോ. ഇനി ഈജിപ്ഷ്യൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിച്ചെടുക്കേണ്ട കറണ്ട് അഫയേഴ്സ് നോക്കാം. അടുത്തിടെ ആറ്റൻ എന്ന 3000 വർഷം പഴക്കമുള്ള നഗരം കണ്ടെത്തിയ രാജ്യമാണ് ഈജിപ്ത്. അടുത്തിടെ ആറ്റൻ എന്ന 3000 വർഷം പഴക്കമുള്ള നഗരം കണ്ടെത്തിയ രാജ്യം ഈജിപ്ത്. ഇതുവരെ കണ്ടെത്തിയതിൽ ഏറ്റവും പഴക്കം ചെന്ന മമ്മിയെ കണ്ടെത്തിയത് ഈജിപ്തിലാണ്. 4300 വർഷം പഴക്കമാണ് കണക്കാക്കുന്നത്. ഹെക്കാഷെപ്സ് എന്ന പേരുള്ള ഒരു പുരുഷൻ്റേതാണ് ഈ മമ്മി എന്നാണ് കണ്ടെത്തലിൽ പറഞ്ഞിട്ടുള്ളത്. അടുത്തിടെ 1000 വർഷം പഴക്കമുള്ള കെട്ടിയിട്ട മമ്മിയെ കണ്ടെത്തിയത് പെറുവിൽ. അപ്പം 4300 വർഷം പഴക്കമുള്ള മമ്മിയെ കണ്ടെത്തിയത് ഈജിപ്തിലാണ്. ഇത് ഒരു പുരുഷൻ്റേതാണെന്നാണ് പറയുന്നത്. ഹെക്കാഷെപ്സ് എന്നാണ് പുരുഷൻ്റെ പേര്. 1000 വർഷം പഴക്കമുള്ള കെട്ടിയിട്ട മമ്മിയെ കണ്ടെത്തിയത് പെറുവിലാണ്. 1200 വർഷം പഴക്കമുള്ള മസ്ജിദ് കണ്ടെത്തിയ നെഗേവ് മരുഭൂമി സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് ഇസ്രായേൽ. അപ്പോൾ ഇസ്രായേലിൽ 1200 വർഷം പഴക്കമുള്ള മസ്ജിദ് നെഗേവ് മരുഭൂമിയിലാണ് കണ്ടെത്തിയിട്ടുള്ളത്. 2002 ഫെബ്രുവരിയിൽ 900 വർഷം പഴക്കമുള്ള നവീന ശിലായുഗത്തിലെ ദേവാലയം കണ്ടെത്തി.
ഇത് ജോർദാനിലാണ്. 2022 ഫെബ്രുവരിയിലാണ് 900 വർഷം പഴക്കമുള്ള നവീന ശിലായുഗത്തിലെ ദേവാലയം കണ്ടെത്തിയ രാജ്യം ജോർദാൻ. അടുത്തത് മെസൊപ്പൊട്ടാമിയൻ സംസ്കാരം. ലോകത്തിലെ ആദ്യ നാഗരിക സംസ്കാരമായി കണക്കാക്കുന്ന സംസ്കാരമാണിത്. മെസൊപ്പൊട്ടാമിയൻ സംസ്കാരം അഥവാ സുമേറിയൻ സംസ്കാരം എന്നും അറിയപ്പെടുന്നു. മെസൊപ്പൊട്ടാമിയൻ സംസ്കാരത്തെ സുമേറിയൻ സംസ്കാരം എന്നും അറിയപ്പെടുന്നുണ്ട്. സംസ്കാരത്തിന്റെ മൂശ, സംസ്കാരത്തിന്റെ കളിത്തൊട്ടിൽ എന്നിങ്ങനെ അറിയപ്പെടുന്ന സംസ്കാരമാണ് മെസൊപ്പൊട്ടാമിയൻ സംസ്കാരം. മെസൊപ്പൊട്ടാമിയ എന്ന വാക്കിനർത്ഥം രണ്ട് നദികൾക്കിടയിലെ പ്രദേശം എന്നാണ്. യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദികൾക്കിടയിൽ രൂപം കൊണ്ട സംസ്കാരമാണ് മെസൊപ്പൊട്ടാമിയൻ സംസ്കാരം. മെസൊപ്പൊട്ടാമിയൻ സംസ്കാരം നിലനിന്നിരുന്ന രാജ്യം ഇറാഖ്. ആധുനിക ഇറാഖിന്റെ പഴയ പേരാണ് മെസൊപ്പൊട്ടാമിയ. ആദ്യമായി ചന്ദ്ര കലണ്ടർ നിർമ്മിച്ചത് മെസൊപ്പൊട്ടാമിയയിലാണ്. ലോകത്തിൽ ആദ്യമായി ചാന്ദ്ര പഞ്ചാംഗം നിർമ്മിച്ചതും മെസൊപ്പൊട്ടാമിയക്കാരാണ്. ആദ്യമായി ചന്ദ്ര കലണ്ടർ നിർമ്മിച്ചു, ചാന്ദ്ര പഞ്ചാംഗം നിർമ്മിച്ചു, ജാമിതീയ സമ്പ്രദായം കണ്ടുപിടിച്ചു. മനുഷ്യർ ആദ്യമായി ആരംഭിച്ച വ്യവസായം മൺപാത്ര വ്യവസായമാണ്. ഈ മൺപാത്ര വ്യവസായം ആരംഭിച്ചത് മെസൊപ്പൊട്ടാമിയക്കാരാണ്. ലോകത്തിൽ ആദ്യമായി ചക്രവും മൺപാത്രവും നിർമ്മിച്ചു തുടങ്ങിയ സംസ്കാരം ഏതെന്ന് ചോദിച്ചാൽ മെസൊപ്പൊട്ടാമിയൻ സംസ്കാരമാണ്. മെസൊപ്പൊട്ടാമിയൻ സംസ്കാരത്തിന്റെ ഏറ്റവും മഹത്തായ സംഭാവനയാണ് കുശവന്റെ ചക്രം. മെസൊപ്പൊട്ടാമിയൻ ജനതയ്ക്ക് അറിയാമായിരുന്ന ഗണിത ശാസ്ത്രക്രിയകൾ ഹരണം, ഗുണനം, വർഗമൂലം എന്നിവയാണ്. കുശവന്റെ ചക്രം ഇത് ഏത് സംസ്കാരത്തിന്റെ മഹത്തായ സംഭാവനയാണ് എന്ന് ചോദിച്ചാൽ അത് മെസൊപ്പൊട്ടാമിയൻ സംസ്കാരത്തിന്റെയാണ്. ഇത് PYQ. മെസൊപ്പൊട്ടാമിയക്കാരുടെ എഴുത്ത് വിദ്യയാണ് ക്യൂണിഫോം ലിപി. മെസൊപ്പൊട്ടാമിയക്കാരുടെ എഴുത്ത് ലിപിയാണ് ക്യൂണിഫോം ലിപി. ക്യൂണിഫോം എന്ന പദത്തിനർത്ഥം ആപ്പിന്റെ ആകൃതിയിലുള്ളത്. ക്യൂണിഫോം എന്ന വാക്ക് ഉത്ഭവിച്ചത് ക്യൂണസ് എന്ന ലാറ്റിൻ പദത്തിൽ നിന്നുമാണ്. ക്യൂണിഫോം ലിപി രേഖപ്പെടുത്തുന്നത് കളിമൺ ഫലകങ്ങളിലാണ്. കളിമൺ ഫലകങ്ങളിൽ രേഖപ്പെടുത്തുന്ന മെസൊപ്പൊട്ടാമിയക്കാരുടെ ലിപിയാണ് ക്യൂണിഫോം ലിപി. ക്യൂണിഫോം ലിപി വിശദീകരിച്ചത് ഹെൻറി ട്രോളിൻസൺ ആണ്. മെസൊപ്പൊട്ടാമിയൻ സംസ്കാരത്തിലെ പ്രധാനപ്പെട്ട നഗരങ്ങളാണ് ഉർ, നിപ്പൂർ, ഏറിഡ്, എരീഷ്, ലഗാഷ് എന്നിവ. മെസൊപ്പൊട്ടാമിയൻ സംസ്കാരത്തിലെ പ്രധാന നഗരങ്ങളാണ് ഉർ, നിപ്പൂർ, ഏറിഡ്, എരീഷ്, ലഗാഷ് എന്നിവ. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ഉർ നഗരമാണ്. മെസൊപ്പൊട്ടാമിയൻ സംസ്കാരത്തിന്റെ ഏറ്റവും പ്രശസ്തമായ നഗരമാണ് ഉർ. ലോകത്തിലെ തന്നെ ആദ്യ നഗരമാണ് മെസൊപ്പൊട്ടാമിയയിലെ ഉർ നഗരം. 1930 ഉർ നഗരം ഖനനം ചെയ്തെടുക്കാൻ നേതൃത്വം നൽകിയ പുരാവസ്തു ഗവേഷകനാണ് ലിയോണാർഡ് വൂളിയാണ് 1930 ഉർ നഗരം ഉത്ഖനനം ചെയ്ത് എടുക്കാൻ നേതൃത്വം നൽകിയ പുരാവസ്തു ഗവേഷകൻ. മെസൊപ്പൊട്ടാമിയൻ നാഗരികതയിൽ ഉണ്ടായിരുന്ന ക്ഷേത്രങ്ങൾ അറിയപ്പെട്ടിരുന്നത് സിഗുറാത്തുകൾ എന്നാണ്. മെസൊപ്പൊട്ടാമിയൻ ജനതയുടെ പ്രധാന ദൈവം ചാന്ദ്രദേവനായ നന്നാർ ആണ്. നന്നാ ദേവതയുടെ ക്ഷേത്രമാണ് സിഗുറാത്ത് സ്ഥിതി ചെയ്തിരുന്ന നഗരം. മെസൊപ്പൊട്ടാമിയയിൽ നിലനിന്നിരുന്ന പ്രധാന 4 സംസ്കാരങ്ങളാണ് ബാബിലോണിയൻ, സുമേറിയൻ, കാൽഡിയൻ, അസീറിയൻ എന്നിവ. മെസൊപ്പൊട്ടാമിയയിൽ നിലനിന്നിരുന്ന പ്രധാനപ്പെട്ട 4 സംസ്കാരങ്ങളാണ് ബാബിലോണിയൻ, സുമേറിയൻ, കാൽഡിയൻ, അസീറിയൻ എന്നിവ. ഇതിലെ ബാബിലോണിയൻ സംസ്കാരം വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ലോകത്തിലെ ആദ്യ സാമ്രാജ്യം ബാബിലോണിയൻ സാമ്രാജ്യമാണ്. ബാബിലോൺ എന്ന പദത്തിനർത്ഥം ദൈവത്തിന്റെ കവാടം എന്നാണ്. ബാബിലോണിലെ രാജാവായ ഹമ്മുറാബിയും ഇമ്പോർട്ടൻ്റ് ആണ്. ബാബിലോൺ എന്ന പദത്തിന്റെ അർത്ഥം ദൈവത്തിന്റെ കവാടം. ബാബിലോണിയ സ്ഥിതി ചെയ്തിരുന്ന നദീതീരമാണ് ടൈഗ്രീസ് നദി. ബാബിലോണിയൻ സാമ്രാജ്യ സ്ഥാപകനാണ് ഹമ്മുറാബി. ലോകത്തിലെ ആദ്യ ഭരണാധികാരിയാണ് ഹമ്മുറാബി. ലോകത്തിലെ ആദ്യ നിയമദാതാവ് എന്നറിയപ്പെടുന്നത് ഹമ്മുറാബിയാണ്. ബാബിലോണിയയെ 2ആയി തിരിച്ചിട്ടുണ്ട്. ദക്ഷിണ ബാബിലോണിയ, ഉത്തര ബാബിലോണിയ എന്നിങ്ങനെ 2ആയി തരംതിരിച്ചിട്ടുണ്ട്. ദക്ഷിണ ബാബിലോണിയയിലെ ഭരണാധികാരി റിംസിൻ. ഉത്തര ബാബിലോണിയൻ ഭരണാധികാരി ഹമ്മുറാബി. ഉത്തര ബാബിലോണിയ സുമർ എന്നും ദക്ഷിണ ബാബിലോണിയ അഖാത്ത് എന്നുമാണ് അറിയപ്പെട്ടിരുന്നത്. ദക്ഷിണ ബാബിലോണിയയിലെ ഭരണാധികാരി റിംസിനാണ്. അഖാത്ത് എന്നാണ് ദക്ഷിണ ബാബിലോണിയ അറിയപ്പെട്ടിരുന്നത്. ഉത്തര ബാബിലോണിയൻ ഭരണാധികാരി ഹമ്മുറാബിയാണ്. സുമർ എന്നാണ് ഉത്തര ബാബിലോണിയ അറിയപ്പെട്ടിരുന്നത്. ഹമ്മുറാബിയുടെ നിയമസംഹിത നോക്കാം. ബാബിലോണിയയിൽ ഹമ്മുറാബി കൊണ്ടുവന്ന സമഗ്രമായ ഒരു നിയമസംഹിത പ്രശസ്തമാണ്. കണ്ണിനു കണ്ണ്, പല്ലിനു പല്ല് എന്ന ശിക്ഷാ നയമാണ് ഹമ്മുറാബി നടപ്പിലാക്കിയ നിയമസംഹിതയുടെ അടിത്തറ. അപ്പോൾ ലോകത്തിൽ ആദ്യമായി ഒരു നിയമം കൊണ്ടുവന്നിട്ടുള്ളതും ഹമ്മുറാബിയാണ്. കണ്ണിനു കണ്ണ്, പല്ലിനു പല്ല് എന്ന ശിക്ഷാ നയം നടപ്പിലാക്കിയ ഭരണാധികാരി ഹമ്മുറാബിയാണ്. നീതി, സമത്വം, വിധവാ സംരക്ഷണം, കൃഷിക്കാരുടെയും കച്ചവടക്കാരുടെയും സംരക്ഷണം തുടങ്ങിയ ആശയങ്ങൾക്കും പ്രയോഗങ്ങൾക്കും വേണ്ടി ഹമ്മുറാബി
പ്രയത്നിച്ചിട്ടുണ്ട്. സുമേറിയൻ സംസ്കാരം. മെസൊപ്പൊട്ടാമിയയുടെ ഏറ്റവും തെക്കുഭാഗമാണ് സുമേറിയ. പേർഷ്യൻ ഉൾക്കടൽ മുതൽ ചെങ്കടൽ വരെ വിസ്തൃതമായ സാമ്രാജ്യമാണ് സുമേറിയ. സുമേറിയൻ എന്ന വാക്കിനർത്ഥം കറുത്ത തലയുള്ള ജനത എന്നാണ്. ക്യൂണിഫോം അക്ഷരമാലയുടെ ശില്പികൾ സുമേറിയന്മാരായിരുന്നു. മതം, ശാസ്ത്രം, വാണിജ്യം, നിയമം എന്നീ മേഖലകളിൽ മഹത്തായ സംഭാവനകളാണ് സുമേറിയൻ ജനത നൽകിയിട്ടുള്ളത്. സുമേറിയക്കാരുടെ പ്രധാന ജീവിതമാർഗം കൃഷിയാണ്. ചന്ദ്രന്റെ വെളുത്ത പക്ഷവും കറുത്ത പക്ഷവും ആധാരമാക്കിയുള്ള ഒരു പ്രത്യേക പഞ്ചാംഗം സുമേറിയക്കാർ കണ്ടുപിടിച്ചു. സുമേറിയൻ നിയമങ്ങൾ ആദ്യമായി ക്രോഡീകരിച്ച ചക്രവർത്തിയാണ് ഡുങ്കി ചക്രവർത്തി. സുമേറിയൻ ജനതയുടെ അളവുതൂക്ക സമ്പ്രദായം അറിയപ്പെട്ടിരുന്നത് മൈന എന്ന പേരിലാണ്. രാഷ്ട്രങ്ങൾ, സാമ്രാജ്യങ്ങൾ, ജലസേചന പദ്ധതി, കച്ചവട കരാറുകൾ, ക്രയവിക്രയം, മാധ്യമങ്ങളായ സ്വർണം, വെള്ളി എന്നിവയുടെ ഉപയോഗം, നിയമസംഹിത, ഗ്രന്ഥശാല എന്നിവയെല്ലാം ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് സുമേറിയയിലാണ്. രാഷ്ട്രങ്ങൾ, സാമ്രാജ്യങ്ങൾ, ജലസേചന പദ്ധതി, കച്ചവട കരാറുകൾ, ക്രയവിക്രയ, മാധ്യമങ്ങളായ സ്വർണം, വെള്ളി എന്നിവയുടെ ഉപയോഗം, നിയമസംഹിത, ഗ്രന്ഥശാല എന്നിവയെല്ലാം ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് സുമേറിയയിലാണ്. സുമേറിയ വികസിപ്പിച്ചെടുത്ത ലിപിയാണ് ക്യൂണിഫോം ലിപി. കുത്തനെയും വിലങ്ങനെയും വരകളുള്ള ആകൃതിയിലുള്ള ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നതാണ് ഈ എഴുത്തുരീതി. വലത്തുനിന്ന് ഇടത്തോട്ടാണ് ക്യൂണിഫോം ലിഖിതങ്ങൾ വായിക്കുന്നത്. അക്കാഡിയന്മാരുടെ ആക്രമണത്തിന് വിധേയമായി സാമ്രാജ്യം അധപതിച്ചു എന്നാണ് പറയുന്നത്. കാൽഡിയൻ സംസ്കാരം. മെസപ്പൊട്ടാമിയൻ സംസ്കാരത്തിന്റെ അന്ത്യഘട്ടം കാൽഡിയൻ ഭരണാധിപത്യത്തിന്റെ കാലഘട്ടമായിരുന്നു. ആദ്യ ബാബിലോണിയരുടെ തലസ്ഥാനമായ ബാബിലോൺ പുനരുദ്ധരിച്ച് വീണ്ടും തലസ്ഥാനമാക്കുകയും പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്തു. കാൽഡിയന്മാരെ നവീന ബാബിലോണിയക്കാർ എന്നാണ് വിളിച്ചിരുന്നത്. കാൽഡിയൻ അഥവാ രണ്ടാം ബാബിലോണിയക്കാർ സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ നെബുക്കദ്നേസർ രണ്ടാമനാണ്. കാൽഡിയൻ സാമ്രാജ്യ സ്ഥാപകൻ അഥവാ രണ്ടാം ബാബിലോണിയൻ സാമ്രാജ്യ സ്ഥാപകനാണ് നെബുക്കദ്നേസർ രണ്ടാമൻ. ആടുന്ന പൂന്തോട്ടം നിർമ്മിച്ച ഭരണാധികാരിയാണ് നെബുക്കദ്നേസർ രണ്ടാമൻ. ബാബേൽ ഗോപുരം നിർമ്മിച്ചു, ബാബേൽ ബന്ധനം നടപ്പിലാക്കി, ഇവയെല്ലാം ചെയ്തത് നെബുക്കദ്നേസർ രണ്ടാമനാണ്. ആടുന്ന പൂന്തോട്ടം നിർമ്മിച്ച ഭരണാധികാരി, ബാബേൽ ഗോപുരം നിർമ്മിച്ച ഭരണാധികാരി, ബാബേൽ ബന്ധനം നടപ്പിലാക്കിയ ഭരണാധികാരി നെബുക്കദ്നേസർ രണ്ടാമനാണ്. അസീറിയൻ സാമ്രാജ്യം. ബാബിലോണിയൻ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ മെസപ്പൊട്ടാമിയയിലെ പ്രധാന ശക്തികളിലൊന്നായിരുന്നു വടക്ക് ഭാഗത്തുള്ള അസീറിയ. ബാബിലോണിയൻ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തി മെസപ്പൊട്ടാമിയയിലെ പ്രധാന ശക്തികളിലൊന്നായിരുന്നു വടക്ക് ഭാഗത്തുള്ള അസീറിയൻ സാമ്രാജ്യം. അടുത്തത് ചൈനീസ് സംസ്കാരം. ചൈനീസ് സംസ്കാരം ഇപ്പോൾ നിലവിലുള്ളതിൽ വെച്ച് ഏറ്റവും പഴയ നാഗരിക സംസ്കാരമാണ് ചൈനീസ് സംസ്കാരം. ഹൊയാങ്ഹോ നദിക്കരയിൽ ഉടലെടുത്ത സംസ്കാരമാണിത്. ഹൊയാൻഹോ നദി ചൈനയുടെ ദുഃഖം എന്നറിയപ്പെടുന്നു. മാത്രമല്ല മഞ്ഞ നദി എന്നറിയപ്പെടുന്ന നദി കൂടിയാണ് ഹൊയാങ്ഹോ നദി. ആദ്യമായി വെടിമരുന്ന്, പേപ്പർ, വടക്കുനോക്കി യന്ത്രം എന്നിവ കണ്ടുപിടിച്ചത് ചൈനീസ് സംസ്കാരമാണ്. ആദ്യമായി ഭൂകമ്പമാപിനി നിർമ്മിച്ചതും ചൈനക്കാരാണ്. ലോകത്തിലെ ആദ്യ പുസ്തകമായ ഹീരകസൂത്ര അച്ചടിച്ചത് ചൈനയിലാണ്. ചൈന ഭരിച്ച ആദ്യ രാജവംശം ഷിങ് രാജവംശമാണ്. ചൈന ഭരിച്ച ആദ്യ രാജവംശം ഷിങ് രാജവംശവും ചൈനയിലെ ആദ്യ സാമ്രാജ്യം ചിൻ സാമ്രാജ്യവുമാണ്. ചിൻ സാമ്രാജ്യം BC 221 സ്ഥാപിച്ചത്. ചിൻ സാമ്രാജ്യ സ്ഥാപകൻ ഷിഹുവന്തി. ചൈനയിലെ ആദ്യ ചക്രവർത്തിയാണ് ഷിഹുവന്തി. ഹുവാങ്ദി എന്നും അറിയപ്പെടുന്നുണ്ട് ചില രേഖകളിൽ ഷിഹുവന്തി. ചൈനയിലെ ചന്ദ്രഗുപ്തൻ എന്നറിയപ്പെടുന്നത് ഷിഹുവന്തിയാണ്. ചൈനയിലെ വൻമതിൽ നിർമ്മിച്ചത് ഇദ്ദേഹമാണ്. ചൈനയെ യൂറോപ്പിൽ അറിയപ്പെട്ടിരുന്ന പേര് സെറിക്ക എന്നാണ്. സെറിക്ക എന്നാൽ സിൽക്കിന്റെ നാട് എന്നാണ് അർത്ഥം. ഇങ്ങനെ വിളിക്കാൻ കാരണം പട്ടുനൂൽ നിർമ്മാണവും പട്ടുനൂൽ കൃഷിയും ആദ്യം തുടങ്ങിയത് ചൈനയിലായതുകൊണ്ടാണ് ചൈനയെ സിറിക്ക എന്ന് വിളിക്കുന്നത്. സിറിക്ക എന്നാൽ സിൽക്കിന്റെ നാട്. ചൈനീസ് നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് ഹാൻ രാജവംശത്തിലെ രാജാവായിരുന്ന വൂദി എന്ന രാജാവിനെയാണ്. ചൈനീസ് നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് ഹാൻ രാജവംശത്തിലെ രാജാവായിരുന്ന വൂദി എന്ന രാജാവിനെയാണ്. ചൈനീസ് അശോകൻ എന്നറിയപ്പെടുന്നത് തൈ ചുവാങ്ങ. ചൈനീസ് അശോകൻ എന്നറിയപ്പെടുന്ന രാജാവാണ് തൈ ചുവാങ്ങ എന്ന ചക്രവർത്തി. താങ് രാജവംശത്തിലുള്ള ചക്രവർത്തിയാണ് തൈ ചുവാങ്ങ. ചൈനയിൽ അടിമത്തം അവസാനിപ്പിച്ചത് വാങ് മാങ് എന്ന ചക്രവർത്തിയായിരുന്നു. ചൈനയിൽ അടിമത്തം അവസാനിപ്പിച്ച ചക്രവർത്തിയാണ് വാങ് മാങ് എന്ന ചക്രവർത്തി. ചൈനയിലെ ചിത്രലിപി മുകളിൽ നിന്നും താഴോട്ട് എഴുതുന്ന ചിത്രലിപിയാണ്. അക്ഷരങ്ങൾക്ക് പകരം ചിത്രങ്ങൾ ഉപയോഗിച്ച് എഴുതിയിരുന്ന സംസ്കാരമാണ് ചൈനീസ് സംസ്കാരം. പ്രാചീന ചൈനയിലെ 2 മതങ്ങളായിരുന്നു കൺഫ്യൂഷ്യനിസവും താവോയിസവും.
കൺഫ്യൂഷനിസം സ്ഥാപിച്ചത് കൺഫ്യൂഷ്യസും താവോ മതം സ്ഥാപിച്ചത് ലാവോത്സു ആണ്. താവോ എന്ന വാക്കിനർത്ഥം മാർഗം എന്നാണ്. ചൈനയിലെ ഗൗതമ ബുദ്ധൻ എന്നറിയപ്പെടുന്നത് ലാവോത്സു. അദ്ദേഹത്തിന്റെ പ്രധാന വാക്കുകളാണ്: നിങ്ങൾ കലഹത്തിന് പുറപ്പെടാതിരുന്നാൽ ആർക്കും നിങ്ങളോട് കലഹിക്കാനാവില്ല. ഇത് ചൈനയിലെ ഗൗതമ ബുദ്ധൻ എന്നറിയപ്പെടുന്ന ലാവോത്സുവിന്റെ പ്രധാന വാക്കുകളാണ്. നിങ്ങൾ കലഹത്തിന് പുറപ്പെടാതിരുന്നാൽ ആർക്കും നിങ്ങളോട് കലഹിക്കാനാവില്ല. ചൈനീസ് സംസ്കാരം ഉടലെടുത്ത നദീതീരമാണ് ഹൊയാങ്ഹോ നദീതീരം. ഈജിപ്ഷ്യൻ സംസ്കാരം ഉടലെടുത്ത നദീതീരം നൈൽ നദിയാണ്. ഇൻക സംസ്കാരം ഉടലെടുത്ത നദീതീരം ഉറുബാബ. മെസപ്പൊട്ടാമിയൻ സംസ്കാരം ഉടലെടുത്ത നദീതീരം യൂഫ്രട്ടീസ്, ടൈഗ്രീസ് എന്നീ നദീതീരമാണ്. അപ്പോൾ നദീതീരങ്ങളിലാണ് പല സംസ്കാരങ്ങളും ഉടലെടുത്തിട്ടുള്ളത്. അതിലും ചൈനീസ് സംസ്കാരം ഉടലെടുത്തത് ഹൊയാങ്ഹോ നദീതീരത്തും, ഈജിപ്ഷ്യൻ സംസ്കാരം ഉടലെടുത്ത നദീതീരം നൈൽ നദീതീരവും, ഇൻക സംസ്കാരം ഉടലെടുത്ത നദീതീരം ഉറുബാബ, മെസപ്പൊട്ടാമിയൻ സംസ്കാരം ഉടലെടുത്ത നദീതീരമാണ് യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദീതീരം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ലോക ചരിത്രത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ് നമ്മൾ പഠിച്ചെടുത്തത്. അതിലും നമ്മൾ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം SCERT പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്ത് CA കറണ്ട് അഫയേഴ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ആവശ്യമുള്ള പോയിന്റ്സുകൾ മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസ്സാണ്. ലോക ചരിത്രവുമായി ബന്ധപ്പെട്ട് നദീതട സംസ്കാരങ്ങൾ, ഹാരപ്പൻ അഥവാ സിന്ധു നദീതട സംസ്കാരം, ഈജിപ്ഷ്യൻ സംസ്കാരം, മെസപ്പൊട്ടാമിയൻ സംസ്കാരം, ചൈനീസ് സംസ്കാരം എന്നീ 4 സംസ്കാരങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചെടുത്തത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വേറൊരു ടോപ്പിക്കുമായി വരാം. താങ്ക്